എവിടെ ചെന്നാലും തല്ല് വാങ്ങാൻ വിധിക്കപ്പെട്ട ചിലരുണ്ട്. നമുക്കെന്നല്ല ആർക്കും അവരെ തടുക്കാനാവില്ല. ഇന്നലെ സഭയിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വാസ്തവ വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ വാച്ച്മാൻ വാർഡിനെ വടികൊണ്ട് അടിച്ചു എന്നുള്ള തെറ്റായ ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം അത് പിൻവലിക്കണം. ഒന്ന്. രണ്ട്, ഇവിടെ കോപ്രായമാണ് നടത്തിയെന്ന് പറഞ്ഞു. സാർ, ഇവിടെ കോപ്രായം നടത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. കോപ്രായം നടത്തിയ ആളുകളൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആരും ഒരു കോപ്രായം നടത്തിയിട്ടില്ല. അങ്ങനെ പറഞ്ഞു ചെയറിനെ അന്ധനാക്കരുത് എന്ന്. കഴിഞ്ഞ കുറെ ദിവസമായി ചെയറിനെ പ്രതിപക്ഷാംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ അന്ധനാക്കുകയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ ആരാണ് അന്ധനാക്കിയത് എന്നാണ്. ഗാന്ധാരിയെ പോലെ സ്വയം അദ്ദേഹത്തിന്റെ കണ്ണു ഞെട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ അദ്ദേഹം ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. എങ്ങനെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ സ്വയം ന്യായീകരിച്ച് പരിഹാസ്യരാവാൻ കഴിയുന്നത്? ലോകം മുഴുവൻ കണ്ടതാണ് ഇന്നലെ ഇവിടെ എന്താണ് കണ്ടത് എന്ന്. അത് സാർ അവിടെ ചാരിക്കയറിയ പടങ്ങൾ ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഇത് ആ ചാരിക്കയറിയ അംഗം പല ഹൈജമ്പിന് പോയിരുന്നു പണ്ടേ പരിശീലിച്ചിരുന്നെങ്കിൽ ഇതിനൊക്കെ വലിയ ഗുണമുണ്ടാവുമായിരുന്നു. ആരും വലിയ ഗുണമുണ്ടാവുമായിരുന്നു. ഇല്ലാത്ത ഏതെങ്കിലും കാര്യവും പൊക്കിക്കൊണ്ടുവന്ന് ബഹളം വയ്ക്കും. അവസാനം ഭരണപക്ഷ നേതാക്കളോ കോടതിയോ തേച്ചൊട്ടിച്ച് കൈ കൊടുക്കും. സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോഴൊക്കെ സതീശന് അടിയന്തരം നടന്നതല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോ അടിയന്തരം പ്രമേയം എന്നൊക്കെ കേട്ടാൽ തന്നെ മൂപ്പർക്ക് പ്രമേഹം വരും. വന്ന് ഇപ്പോൾ സതീശൻ ജി ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ പഠിച്ചു കഴിഞ്ഞു. സഭയിൽ നിന്ന് ഇറങ്ങി ഓടുന്നതാണ് പുതിയ ട്രെൻഡ്. കാരണം സഭയിൽ മിണ്ടാതിരിക്കാൻ പറ്റില്ല. മിണ്ടിയ ലവന്മാർ വാരിയിട്ട് അലക്കും. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് സഭയിൽ മൊത്തം അലമ്പ് കാണിക്കുക, പിന്നെ ഇറങ്ങിപ്പോവുക. ഇതാണ് ഇപ്പോൾ പുള്ളി സ്വീകരിച്ചിരിക്കുന്ന പുതിയ ലൈൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച എങ്ങും എത്താതെ അവസാനിക്കുകയാണ്. അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ പ്രതികളും പുറത്തിറങ്ങാൻ പോവാണ്. ഒരു തൊണ്ടി മുതൽ പോലും ശേഖരിച്ചിട്ടില്ല. ഒരു തെളിവുകളും ശേഖരിക്കുന്നില്ല. അപ്പൊ 2 ലക്ഷ്യമാണ് മുഖ്യമന്ത്രി CPM-നുള്ളത്. ഒന്ന്, പ്രധാനികളായ ആളുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കുക. മുൻ ദേവസ്വം മന്ത്രിയിലേക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ജയിലിലായ 3 CPM നേതാക്കന്മാരെയും പുറത്തു കൊണ്ടുവരിക. ഈ കേസ് അന്വേഷണം തെളിവില്ലാതെ അവസാനിപ്പിക്കുക. അതിനുവേണ്ടി SIT-യുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന കനത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ ശബരിമല കേസിലുള്ളത്. ശബരിമല കേസ് എങ്ങുമെത്താതെ അവസാനിക്കാൻ പോകുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിയോടൊപ്പമുള്ള പോറ്റിയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും ചിത്രം പുറത്തു വന്നതോടെ ആകെപ്പെട്ടിരിക്കുകയാണ് സതീശൻ ജി. അതെങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് LDF-ന്റെയും CPM-ന്റെയും മണ്ടയ്ക്ക് കൊണ്ടിടണം. അതിനുള്ള ഓട്ടത്തിലാണിപ്പോ. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ചേർക്കപ്പെട്ടവർക്ക് ജാമ്യം കിട്ടുന്നു. മുഖ്യമന്ത്രിയോ CPM-ഓ അന്വേഷണം അട്ടിമറിക്കുന്നു. SIT-ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. എന്നിങ്ങനെയുള്ള പതിവ് ആരോപണങ്ങളുമായാണ് സതീശൻ ജിയും ടീമും ഇപ്പോൾ സഭയിൽ കിടന്ന് ഗുണ്ടായിസം കാണിക്കുന്നത്. ഇന്ന് സംഭവിച്ചത് തന്നെ നോക്കാം. സോണിയാഗാന്ധി അപമാനിച്ചേ എന്ന് പറഞ്ഞ് സഭയിൽ മെഴുകാൻ തുടങ്ങിയതായിരുന്നു നമ്മുടെ സതീശൻ. പിന്നെ ചോദ്യോത്തരത്തിന്റെ പേരിൽ മൈക്ക് കിട്ടുമ്പോൾ മന്ത്രിമാർ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആക്ഷേപിക്കുന്നത്. സാർ, അതെല്ലാം ഇവിടുത്തെ രേഖയിൽ കിടക്കുകയാണ്. നിയമസഭയിൽ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രിയപ്പെട്ട നേതാക്കളാണ്. ഒരാൾ ഇവിടെ നിന്നുള്ള MP ആണ്, കേരളത്തിൽ നിന്നുള്ള. അവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരം മന്ത്രിമാർ തന്നെ മൈക്ക് കിട്ടുമ്പോൾ നടത്തിയ. സാർ, ഈ പരിപാടിയായിട്ട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. ഞങ്ങൾ പൂർണ്ണമായി അതുമായിട്ട് നിസ്സഹകരിക്കും. ഇത് പറഞ്ഞു തീർന്നതും മന്ത്രി P. രാജീവ് സതീശന്റെ മേൽ കയറി അക്ഷരാർത്ഥത്തിൽ പക്ക മേളം കളിക്കുകയായിരുന്നു. ശേഷം സതീശനെ സഭയിൽ നിന്ന് സ്ട്രക്ചറിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയായി. ബഹുമാന്യായ സോണിയാഗാന്ധിയെ തെരുവിലിട്ട് രണ്ട കൊട്ടുന്നവരെ കൊട്ടാനുള്ള അവസരം നൽകുന്നത് പ്രതിപക്ഷമാണ്. നിങ്ങൾ വ്യക്തമാക്കേണ്ടത് സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയാളും അതിന് മൂന്നാമത്തെ ആളും ഒന്നിച്ച് 2 തവണ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നു. ആര് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി എന്നുള്ളത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റുകളക്കമുണ്ടാകും. സോണിയാഗാന്ധിയെ പോലെ ഇത്രമാത്രം സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ കയ്യിൽ ഈ സ്വർണത്തിന്റെ എലസ്, സ്വർണം മോഷ്ടിച്ചാൾക്ക് സ്വർണം വാങ്ങിയാളുടെ സാന്നിധ്യത്തിൽ കെട്ടാൻ അവസരം ഒരുക്കിയത് ആരാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റിന്റെ തലക്കമുണ്ടാകും. നിങ്ങൾ സോണിയാഗാന്ധിയെ തെരുവിലിട്ടടിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന പ്രതിപക്ഷമാണ്, കോൺഗ്രസ് ആണ്. അത് BJP-യോടുള്ള താല്പര്യമാണ് സാർ.
സഭയിൽ നിന്ന് കിട്ടിയത് വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ദേ അപ്പോഴേക്കും വന്നു അടുത്തത് കോടതിയുടെ വക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിൽ ആശങ്കയില്ല എന്ന് ഹൈക്കോടതി പറയുന്നു. 90 ദിവസങ്ങൾക്ക് ശേഷം ജാമ്യം ലഭിച്ചത് അന്വേഷണത്തെ ബാധിക്കുമെന്ന ആശങ്കയില്ല എന്നാണ് കോടതി പറയുന്നത്. അതിസങ്കീർണമായ കേസാണിത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച അതിസങ്കീർണമായ കേസാണെന്നും കൊലപാതകവും മർദ്ദനവും പോലെ വേഗത്തിൽ പൂർത്തിയാക്കാവുന്ന അന്വേഷണമല്ല ഈ കേസിലിതെന്നും കോടതി പറയുകയാണ്. ഏറ്റവും പ്രധാനം CBI അന്വേഷണം ആവശ്യത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരാമർശം വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതോടെ സതീഷേട്ടൻ ശരിക്കും നമ്മുടെ മിന്നാര സിനിമയിലെ അതിലെ ഉണ്ണുണ്ണിച്ചായനായി മാറി. ഞാനിപ്പോ ശവമാകും, എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോ. എന്റെ ശബ്ദം വിടോ.